ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. അതായത് UAE നിങ്ങൾക്കിപ്പോൾ 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ പോലും UAE ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് ആകാൻ പോകുന്ന അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വളരെയധികം ജോബ് വേക്കൻസീസ് ഉണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത്, അതായത് ബേസിക് ക്വാളിഫിക്കേഷൻ തുടങ്ങുന്നത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചില ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ജോലികൾ എങ്ങനെയാണ്, ഏതൊക്കെ ജോലികളാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ദുബായിലെ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ജോബ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഏകദേശം 50,000-ൽ കൂടുതൽ ജോബ് വേക്കൻസികളാണ് അവരിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് നാട്ടിലെ എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 75,000 മുതൽ 2 ലക്ഷം രൂപ വരെ വരും. അതായത് 3,000 ദിറംസ് മുതൽ 10,000 ദിറംസ് വരെയാണ് അവർ സാലറി എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജോബുകൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് അപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറി തന്നെ നമുക്ക് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് വെബ്സൈറ്റിലാണ് കയറേണ്ടത്, എങ്ങനെയാണ് ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, അതിനായിട്ട് ആദ്യമേ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് careers.dubai-airport.a എന്ന് സെർച്ച് ചെയ്യുക. careers.dubai-airport എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റർ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് careers.dubai-airport.aയുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴെ വരുകയെന്നുണ്ടെങ്കിൽ സെർച്ച് മോർ വേക്കൻസീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓൾ ജോബ് ഫങ്ഷൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ തന്നെ ഓൾ ലൊക്കേഷൻ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് ദുബായ് ഇൻ്റർനാഷണൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ തന്നെ ഡിസ്കവർ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. ജസ്റ്റ് താഴെ കാണുന്ന അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇമെയിൽ ID കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏത് ഇമെയിൽ ID ആണോ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഇമെയിൽ ID കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐ എഗ്രി എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ തന്നെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പേജിലോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ റെസ്യൂമെ, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, പിന്നെ ടൈറ്റിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മിഡിൽ നെയിം, പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, അത് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത ഇമെയിൽ അഡ്രസ്സ് തന്നെ മതി. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫോൺ നമ്പർ, പിന്നെ നമ്മുടെ കൺട്രി ഏതാണോ അത്, പിന്നെ എമിറേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, ഡിസ്ട്രിക്റ്റ്, സബ് ഡിസ്ട്രിക്റ്റ്, പിന്നെ അഡ്രസ്സ് ലൈൻ 2, ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ആഡ് നാഷണൽ ഐഡൻറ്റിഫയർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ പാസ്പോർട്ട് നാഷണാലിറ്റി, പാസ്പോർട്ട് ടൈപ്പ്, പാസ്പോർട്ട് നമ്പർ, പിന്നെ മെരിച്വൽ സ്റ്റാറ്റസ്, ജെൻഡർ, റിലീജിയൻ, പിന്നെ ഹോം ഫോൺ നമ്പർ, കൺട്രി റെസിഡൻറ്റ്, കൺട്രി ഓഫ് ബർത്ത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. തൊട്ട് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. തൊട്ട് താഴെ വരുവാണെങ്കിൽ അവിടെ നമുക്ക് എക്സ്പീരിയൻസ്, അതായത് ആഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. തൊട്ട് താഴെ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്കിതിന് തൊട്ട് താഴെ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഡോക്യുമെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ അപ്ലോഡ് ചെയ്ത്, എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഐ എഗ്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ തന്നെ ഈ സിഗ്നേച്ചറും കൂടെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് ദുബായ് അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ട് ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലാണ് കയറേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഏതായാലും UAE ജോലി അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ CVയും കാര്യങ്ങളൊക്കെ ATS ഫ്രണ്ട്ലി ഒക്കെ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV തന്നെ മസ്റ്റായിട്ടും ഈ ജോബുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകളാണ് അവർ പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ATS ഫ്രണ്ട്ലി റെസ്യൂമെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ATS ഫ്രണ്ട്ലി റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. UAE ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചങ്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.